അതിപ്പോ ഒരു ട്രോമ ആയിട്ടാണ് എനിക്ക് നിൽക്കുന്നത്. ഞാൻ ചെയ്തൊരു പടം, ഞാൻ മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാ പടം? ബേസിലൊക്കെ അഭിനയിച്ച പടം. ബേസിൽ അഭിനയിച്ച പടം ഇന്ദ്രൻ ചേട്ടനും എനിക്ക് പേര് പറയാൻ പറ്റില്ല. ഞാൻ കഠിന കടവരും കണ്ടാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിന കണ്ട ഇത് ഞാൻ അവരെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ തന്നെ സമയം എടുക്കുന്നു. പിന്നെ ഞാൻ ഇതിന്റെ പാട്ട് പറയാം. അയ്യോ വാപ്പ മരിച്ചിട്ട് ഗൾഫിൽ നിന്ന് വരുന്ന അയ്യോ ഭയങ്കര ടച്ച് ചെയ്ത മൂവിയാണ്. ഇത് ഭയങ്കര ട്രോമയായി മാറി ഈ പേര്. നിവർത്തിയില്ല, പേര് ഭയങ്കര പ്രയാസമുള്ള സംഗതിയാണ്. അല്ലാതെ ഈ വിശ്വാസം അങ്ങനത്തെ സംഗതികൾ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. ഇനി എന്താ അറിയില്ല. ധ്യാൻ ചേട്ടന്റെ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർക്ക് അത് മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെയാണ്. പക്ഷെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആ മഴ പെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു മഴക്കാലം തന്നെ പ്രതീക്ഷിക്കാം. ഒരിക്കലും ഇല്ല. എല്ലാ സീസണും പിടിക്കണല്ലോ. സമ്മർ വരും, വേനൽക്കാലം വരും, മഴക്കാലം വരും, തണുപ്പ് വരും അല്ലേ? കാരണം ഇപ്പൊ മഴക്കാലം, ഇപ്പൊ വേനൽ വരും. കാരണം ധ്യാൻ ചേട്ടൻ സിനിമ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് പടത്തിനെ ഏറി കയറ്റുന്നത്, ധ്യാൻ ചേട്ടനെ ഏറി കയറ്റുന്ന ആളുകള്, റിവ്യൂവേഴ്സ്, അശ്വന്ത് ഗോകായാലും ഒക്കെ നല്ല അഭിപ്രായമാണ്. സുഹൃത്തുക്കള് ഇതൊന്നും ബാധിക്കുന്നില്ല, നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? മനസ്സിലായി. പക്ഷെ നല്ല സിനിമകൾ വന്നു, വളരെ സന്തോഷം, വളരെ സന്തോഷം. അതെ അതെ. അപ്പൊ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, സാധാരണ ആളുകളോട് ചോദിക്കുന്നത് പരാജയങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടും എന്നാണ്. ചേട്ടൻ അതൊരു പുത്തരിയല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വിജയങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത്? അത് സത്യം, അത് ഭയങ്കര ടഫ് ചോദ്യം. അല്ല, ഇതിപ്പോ ഈ വിജയം ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ വരുമ്പോഴും നീ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇതൊക്കെ ഇതിന്റെ കാരണം. ഞാൻ ഈ വർഷത്തെ എന്റെ 12ാമത്തെ പടം. ഈ മാസം എത്ര മാസമായി കാണും? 9 മാസം. 9 മാസത്തില് 12ാമത്തെ പടം, അല്ലെങ്കിൽ 10ാമത്തെ പടത്ത് പടം. 10 വരുന്ന പടമായി. അതിലിപ്പോ പ്രിൻസ്, ഉജ്ജനൻ, പിന്നെ ഏതായിരുന്നു, വളം, പിന്നെ വളം, 3 പടം. 10ല് 3, അപ്പൊ 100ല് കൂട്ടിക്കോ മാർക്ക്. 100ല് 30. ജസ്റ്റ് പാസ്. അയ്യോ ആണോ? സോറി, അല്ലടാ 28 പാസ്. 80ലാണ്. സോറിടാ, തോറ്റിരിക്കുക. പാസ്സല്ലേ? അപ്പൊ ജസ്റ്റ് പാസ്സിലിരിക്കുക. അപ്പൊ എനിക്കിതിൽ പ്രത്യേകിച്ച് സന്തോഷിക്കാനൊന്നുമില്ല. അതിനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാന്നുള്ളത്. അങ്ങനെ ജസ്റ്റ് പാസ്സായി പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു, നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് സിനിമകൾ ചെയ്യുന്നു. ഞാൻ ഇവരും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഇവര് വളരെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ആളും എനിക്ക് അത്തരം അതിയായ ഒരു പാഷനൊന്നും സിനിമയോട് ഇല്ലാത്ത ഒരാളും. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിജയങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിനെ തുടർന്ന് ഉള്ള പരാജയങ്ങൾ വരാനിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് കൂടുതൽ സന്തോഷിക്കാനും പറ്റില്ല. കാരണം എനിക്കറിയല്ലോ ഇനി വരാനിരിക്കുന്ന എന്തൊക്കെയാണ്. ഇത് വേനൽക്കാലം വരുമല്ലോ. അതുകൊണ്ട് ഇതിലൊന്നും തന്നെ മതിമറന്ന് ഞാൻ ഒന്നും ആഹ്ലാദിക്കുന്നില്ല. അടുത്ത ആഴ്ച തന്നെ നീ ചോദ്യം മാറ്റി ചോദിക്കുന്നതായിരിക്കും. നീ ചിലപ്പോ എന്നെ വെറുക്കും. അശ്വന്തോക്ക് പറഞ്ഞായിരുന്നേ, പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ, അതല്ല ചോദ്യം, പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ധ്യാൻ ചേട്ടൻ ഒരു ബ്രില്യന്റ് ആക്ടറാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സംവിധായകരെ സെലക്ട് ചെയ്യുന്നത് ധ്യാൻ ചേട്ടൻ തന്നെയാണ്. അപ്പൊ പണി അറിയാവുന്ന സംവിധായകരെ സെലക്ട് ചെയ്തൂടെ? ധ്യാൻ ചേട്ടനും ഒരു സംവിധായകനാണ്, അതുകൊണ്ടാണ്. എന്റെ ഉദ്ദേശം ഞാൻ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ. നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതല്ല. സിനിമകൾ ചെയ്യാൻ ഇതിനിപ്പോ നല്ലതാണോ ചീത്തയാണോ നടന്നിട്ടൊന്നുമല്ല നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്. എനിക്ക് മോശം നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. മോശമായിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ആദ്യ തവണ കാണുന്ന സമയത്ത് നമ്മള് ഒരു സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പാഷൻ, സിനിമ അതൊക്കെ പലർക്കും പലരും ഇതൊക്കെ കാണിക്കും. ഭയങ്കര ആത്മാർത്ഥതയോടെ സിനിമകൾ നിൽക്കും. പിന്നെ വന്ന് 2 ദിവസം കഴിയുമ്പോഴായിരിക്കും അറിയാം ഇവരെ പണിയൊന്നും അറിയില്ല. സാധാരണ ധ്യാൻ ചേട്ടനാണ് സമയത്തൊക്കെ മുണ്ടു ഷർട്ടാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ കാണാറില്ല. ഒരു സാധാരണ ഒരു നടൻ നടന്നു പോകുന്ന പറഞ്ഞ പോലെ. അപ്പോ നമ്മളെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ കരിപ്പൂർ എയർപോർട്ടിൽ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് ഏതെങ്കിലും മുണ്ടിന്റെ ബ്രാൻഡ് അംബാസഡർ ധ്യാൻ ചേട്ടൻ കൂട്ടിയിട്ടുണ്ടോ? നിങ്ങളെ ബ്രാൻഡ് അംബാസഡർ ആവുമെന്ന് വെച്ചു.
അത് ഞാൻ ഫ്ലൈറ്റിൽ പോകുമ്പോ ഈ പാന്റ് ഇട്ടിട്ടാ പോവാറ്. അതുകൊണ്ട് ആ ഭാഗത്ത് പോകുമ്പോ അല്ല, ഓണം- കണ്ടിട്ടുണ്ട്. അല്ല, ജയറാമേട്ട ചെന്നൈ എയർപോർട്ടിലാകുമ്പോഴേ സാധാരണ ജയറാമേട്ട എപ്പോഴും ധ്യാൻ ചേർന്ന പോലെ മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് എപ്പോഴും പോകും. അപ്പൊ രാമരാജിന്റെ മുതലാളി ജയറാമേട്ടനെ കണ്ടപ്പോ ഞങ്ങളെ ബ്രാൻഡ് അംബാസഡർ ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓണൊക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ ഞാൻ ആരെങ്കിലും അങ്ങനെ ഒരു ധ്യാൻ ചേട്ടനോട് അങ്ങനെ ആരും ചോദിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ കൊണ്ടുവരുന്നുള്ള ഇഷ്ടം എന്നാ അല്ല, എനിക്കിപ്പോ ആവശ്യത്തിന് പരസ്യം ഉണ്ട്. ഇവിടെ എന്റെ ശത്രു ഇല്ലേ ആശ? അറിയോന്നോ? നമ്മളറിയോന്നോ? ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിവ്യൂവർ ശ്രീനിവാസൻ സാറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ജെന്യൂൻ ആയിട്ട് അതെ അങ്ങനെ പറയാം. അപ്പം അദ്ദേഹം ഈ സിനിമ കാണുന്നതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞ സിനിമയെ പറ്റി സംസാരിച്ചിരുന്നോ? ഇല്ല. ഞാൻ കുറച്ച് ദിവസമായി വീട്ടിൽ പോയിട്ട്. അപ്പൊ ഞാൻ ഷൂട്ടിലായിരുന്നു പാലക്കാട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് മാസമായി, ഒരു 1.5 മാസമായി കണ്ടിട്ട്. ഓണത്തിനൊന്ന് കണ്ടു ജസ്റ്റ്. അതിനെ കുറിച്ച് സിനിമയൊന്നും ഞങ്ങൾ പൊതുവെ ഞങ്ങളുടെ ചർച്ചാ വിഷയമല്ല. ഇഷ്ടം പോലെ അല്ല അതിനൊന്നുമില്ല. എന്താ പറയാ, അത് ഉറപ്പായിട്ട് ആഗ്രഹം വരാം. ആഗ്രഹം നമുക്ക് ഇഷ്ടമായിരുന്നു. ധ്യാൻ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ആസ് എൻ ആക്ടർ. പിന്നെ കൂടെ അഭിനയിച്ചപ്പോ അല്ല അഭിനേതാവ് എന്നത് എനിക്ക് ഇഷ്ടം തന്നെ. പക്ഷെ കൂടെ അഭിനയിച്ചപ്പോ വ്യക്തി എന്ന നിലയിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സപ്പോർട്ടീവാണ്.